വീണ്ടും എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ CPM CPI പോര് കനക്കുന്നു. പറവൂരിൽ CPM വിട്ടവരെ സ്വീകരിക്കാൻ CPI ജില്ലാ സെക്രട്ടറി എത്തും. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന KB സോമശേഖരൻ അടക്കമുള്ളവരെയാണ് സ്വീകരിക്കുക. തൃക്കാക്കരയിൽ CPI കൗൺസിലർ MJ ഡിക്സണും CPM-ൽ ചേരും. ഈ ഒക്ടോബർ 6-ാം തീയതി നിരവധി പ്രസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ CPIയുടെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ആ പരിപാടിയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. DYFIയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും CPIM-ന്റെ ദീർഘകാലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന, ജില്ലാ സെൻട്രൽ പ്രവർത്തിച്ചിരുന്ന സഖാവ് സോമശേഖരൻ്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് മനുഷ്യർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ അതൊരു പരിപാടിയായി തന്നെ നടത്താൻ നമ്മൾ ആലോചിക്കുന്നു. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ജിൽസി നൌഫൽ, അതായത് ഈ പാർട്ടിയിൽ വിഭാഗീയതയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്ന് CPIയും പറയുമ്പോഴും രണ്ട് പാർട്ടികളിലേക്കും അണികളുടെ വരവുണ്ട്, അതുപോലെ അണികളുടെ കൊഴിഞ്ഞുപോക്കുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം CPI സ്ഥാപക നേതായിരുന്ന KC പ്രഭാകരന്റെ മകൾ രമ ശിവശങ്കർ ഉൾപ്പെടെ 100-ലധികം ആളുകൾ CPM-ലേക്ക് എത്തി എന്നുള്ളതാണ് CPM-ന്റെ ഒരു അവകാശവാദം. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറവൂരിൽ വലിയ ഒരു യോഗം നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് നേരിട്ട് പങ്കെടുത്ത് ഈ പാർട്ടി പ്രവർത്തകരെ സ്വീകരിച്ചു എന്നുള്ളതാണ് CPIയെ ചൊടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നൊരു ആരോപണമായി CPI ജില്ലാ സെക്രട്ടറി N അരുൺ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. അതിലുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം അദ്ദേഹം മീഡിയ വണിനോട് നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഈ പാർട്ടികളിൽ അണികളിൽ കൊഴിഞ്ഞുപോക്കുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറലൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഒരു മുന്നണി മര്യാദകൾക്കനുസരിച്ചുള്ള രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കണമെന്ന ഒരു കാര്യം നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു മറു ചടങ്ങ് എന്ന് വേണം നമുക്കതിനെ പറയാൻ. കാരണം CPIയിലേക്കും നിരവധി ആളുകൾ വരുന്നുണ്ട്, മുമ്പും വന്നിട്ടുണ്ട്. അന്നൊന്നും ഇതൊരു ആഘോഷമാക്കി മാറ്റിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പറവൂരിൽ ഇത്തരം പരിപാടി നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അത് വിപുലമായി തന്നെ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ CPI കടന്നിരിക്കുന്നത്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന KB സോമശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നൂറുകണക്കിന് ആളുകൾ പറവൂരിൽ ഈ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കും. 6-ാം തീയതിയാണ് ഇത്തരത്തിലൊരു പരിപാടി CPI പറവൂരിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ തൃക്കാക്കരയിൽ CPI കൗൺസിലർ MJ ഡിക്സണും CPM-ലേക്ക് ചേരുന്നുണ്ട്. ഇത്തരത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും മറിഞ്ഞുമൊക്കെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നു. പക്ഷേ അത് LDF-ൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം CPI പോരിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഇതിനെ പ്രത്യേകിച്ച് ഒരു മുന്നണി മര്യാദകളുടെ ലംഘനമോ അല്ലെങ്കിൽ CPM പോരെ എന്ന രീതിയിൽ കാണണ്ട എന്ന് S സതീഷ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി സതീഷ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മറനീക്കി പുറത്തു വരുന്നു, കാര്യങ്ങൾ നേരിട്ടുള്ള പോരിലേക്ക് മാറുന്നു. ഇത് പറവൂരിലടക്കം മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നൊരു സൂചന CPI എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുൺ ഇന്നലെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. അതായത് CPM-ൽ നിന്ന് CPI-ലേക്ക് പോകുന്നു, CPI-ൽ നിന്ന് CPM-ലേക്ക് ഇങ്ങോട്ടൊക്കെയുണ്ട്. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. LDF തന്നെയാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ഈ കശപിശകൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. അപ്പോൾ പോവാം ഇടവേളയിലേക്ക്.